ക്വിസ്മങ്സിലേക്ക് സ്വാഗതം. നോക്കാം സമുദ്രത്തിലെ ഇതിഹാസങ്ങൾ, കടൽ കൊള്ളക്കാർ, വൈക്കിങ്ങുകൾ ആൻഡ് ഞങ്ങളെ പിന്തുണയ്ക്കൂ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഒരു പര്യവേക്ഷകനെ വടക്ക് കണ്ടെത്താൻ ഏത് ഉപകരണം സഹായിക്കുന്നു? ഒരു ക്ലോക്ക്, ഒരു കോമ്പസ്, അല്ലെങ്കിൽ ഒരു ഭൂപടം? ശരിയായ ഉത്തരം ഒരു കോമ്പസ്. ഒരു കടൽക്കൊള്ളക്കാരുടെ കപ്പലിൽ 4 പീരങ്കികളുണ്ട്. അവർ 5 എണ്ണം കൂടി ചേർക്കുന്നു. ഇപ്പോൾ എത്രയുണ്ട്? 8, 9, അല്ലെങ്കിൽ 1? 9. ഗംഭീരം. കടൽക്കൊള്ളക്കാരുടെ കൊടിയുടെ പ്രത്യേക പേരെന്തായിരുന്നു? തലയോട്ടിക്കൊടി, കറുത്ത ബാനർ, അല്ലെങ്കിൽ ജോളി റോജർ? ജോളി റോജർ അതുതന്നെ. വൈക്കിങ്ങുകൾ ഉപയോഗിച്ചിരുന്ന പ്രശസ്തമായ കപ്പലുകളെ എന്ത് വിളിച്ചിരുന്നു? ഡ്രാഗൺ ബോട്ടുകൾ, ലോങ് ഷിപ്പുകൾ, അല്ലെങ്കിൽ സീ റൈഡേഴ്സ്? ലോങ് ഷിപ്പുകൾ. കിടിലൻ. ഒരു വൈക്കിംഗ് ബോട്ടിന് 12 വൃത്താകൃതിയിലുള്ള പരിചകളുണ്ട്. 3 എണ്ണം പൊട്ടിപ്പോയി. എത്രയെണ്ണം ബാക്കിയുണ്ട്? 15, 8, അല്ലെങ്കിൽ 9? 9. നിങ്ങൾക്കത് കിട്ടി. കടൽക്കൊള്ളക്കാരുടെ നിധി സാധാരണയായി എവിടെയാണ് സൂക്ഷിച്ചിരുന്നത്? ഒരു വീപ്പ, ഒരു പെട്ടി, അല്ലെങ്കിൽ ഒരു ചാക്ക്? ഒരു പെട്ടി നേടി. ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നാണ് മിക്ക വൈക്കിങ്ങുകളും വന്നത്? വടക്കേ അമേരിക്ക, ആഫ്രിക്ക, അല്ലെങ്കിൽ സ്കാൻഡിനേവിയ? സ്കാൻഡിനേവിയ. ഗംഭീരം. സ്കർവി തടയാൻ നാവികർ കഴിച്ചിരുന്ന പ്രത്യേക പഴം ഏതാണ്? ബിസ്ക്കറ്റ്, ചെറുനാരങ്ങ, അല്ലെങ്കിൽ ഉപ്പിട്ട മത്സ്യം? ചെറുനാരങ്ങ. കൊള്ളാം. വൈക്കിങ്ങുകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രത്യേക അക്ഷരമാല ഏതാണ്? അക്ഷരങ്ങൾ, റൂൺസ്, അല്ലെങ്കിൽ ഹൈറോഗ്ലിഫുകൾ? ശരിയായ ഉത്തരം റൂൺസ്. ലോകം മുഴുവനുമുള്ള ഒരു യാത്രയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലോക പര്യടനം, പ്രദക്ഷിണം, അല്ലെങ്കിൽ ദി ഗ്രേറ്റ് സെയിൽ? ഉത്തരം പ്രദക്ഷിണം. കൊളംബസിന് മുമ്പ് ഏത് വൈക്കിംഗ് ആണ് വടക്കേ അമേരിക്ക പര്യവേക്ഷണം ചെയ്തത്? എറിക് ദ റെഡ്, റാഗ്നർ ലോത്ബ്രോക്ക്, അല്ലെങ്കിൽ ലീഫ് എറിക്സൺ? ലീഫ് എറിക്സൺ ശരിയാണ്. ഏത് പര്യവേക്ഷകനാണ് അമേരിക്കയിലേക്ക് കപ്പൽ കയറിയത്? മാർക്കോ പോളോ, വാസ്കോ ഡെ ഗാമ, അല്ലെങ്കിൽ ക്രിസ്റ്റഫർ കൊളംബസ്? ക്രിസ്റ്റഫർ കൊളംബസ് നേടി. നാവികർക്കും കടൽക്കൊള്ളക്കാർക്കും ദൂരെ കാണാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? ഒരു ഭൂപടം, ഒരു ദൂരദർശിനി, അല്ലെങ്കിൽ ഒരു നങ്കൂരം? ഒരു ദൂരദർശിനി. കൃത്യമായി.
കടൽക്കൊള്ളക്കാരന്റെ സംസാരിക്കുന്ന വളർത്തുമൃഗം മിക്കവാറും ഏതായിരുന്നു? ഒരു പൂച്ച, ഒരു തത്ത, അല്ലെങ്കിൽ ഒരു കുരങ്ങൻ? ഉത്തരം ഒരു തത്ത. നാവികർക്കായി പ്രത്യേക ഭൂപടങ്ങൾ തയ്യാറാക്കുന്നത് ആരാണ്? ഭൂപടരചയിതാവ്, കപ്പിത്താൻ, അല്ലെങ്കിൽ കഥാകാരൻ? ഇതാണ് ഭൂപടരചയിതാവ്. ഒരു വൈക്കിംഗ് കപ്പലിന് 20 തുഴകൾ വേണം. അവരുടെ കയ്യിൽ 11 എണ്ണമേ ഉള്ളൂ. ഇനി എത്ര എണ്ണം വേണം? 11 തുഴകൾ, 20 തുഴകൾ, അല്ലെങ്കിൽ 9 തുഴകൾ? ശരിയായ ഉത്തരം 9 തുഴകൾ. ഒരു വൈക്കിംഗ് കപ്പലിന്റെ മുൻഭാഗത്ത് എന്ത് കൊത്തുപണിയാണ് ഉണ്ടായിരുന്നത്? ഫിഗർ ഹെഡ്, മത്സ്യകന്യകയുടെ വാൽ, അല്ലെങ്കിൽ വലിയ നങ്കൂരം? ഫിഗർ ഹെഡ്, ഗംഭീരം. യഥാർത്ഥ കടൽക്കൊള്ളക്കാരുടെ ശിക്ഷ എന്തായിരുന്നു? പലകയിലൂടെ നടത്തം, നാടുകടത്തൽ, അല്ലെങ്കിൽ അത്താഴമില്ല? ഊഹിച്ചോ, ഇതാണ് നാടുകടത്തൽ. നാവികർ ഏത് ഭീമാകാരനായ കടൽജീവിയെയാണ് ഭയപ്പെട്ടിരുന്നത്? ഒരു ഭീമൻ സ്രാവ്, ഒരു നീലത്തിമിംഗലം, അല്ലെങ്കിൽ ക്രാക്കൻ? ക്രാക്കൻ. അടിപൊളി. ഒരു കടൽക്കൊള്ളക്കാരുടെ ക്യാപ്റ്റൻ 15 രത്നങ്ങൾ പങ്കുവയ്ക്കുന്നു. 3 കൊള്ളക്കാർക്ക് ഓരോരുത്തർക്കും എത്ര എണ്ണം കിട്ടും? 3 രത്നങ്ങൾ, 15 രത്നങ്ങൾ, അല്ലെങ്കിൽ 5 രത്നങ്ങൾ? 5 രത്നങ്ങൾ ശരിയാണ്. വൈക്കിങ്ങുകൾ സ്വർണമല്ലാതെ മറ്റെന്താണ് പണമായി ഉപയോഗിച്ചിരുന്നത്? കടൽ ചിപ്പികൾ, വെള്ളി, അല്ലെങ്കിൽ വർണ്ണത്തൂവലുകൾ? അതെ, അതായിരുന്നു വെള്ളി. ക്രൂരന്മാരായ വൈക്കിംഗ് യോദ്ധാക്കളെ എന്ത് വിളിച്ചിരുന്നു? നൈറ്റ്സ്, ബെർസർക്കർമാർ, അല്ലെങ്കിൽ സമുറായി? ബെർസർക്കർമാർ. അടിപൊളി. നാവികർ കപ്പലിന്റെ വലതുവശത്തെ എന്ത് വിളിക്കുന്നു? സ്റ്റാർബോർഡ് ഡോട്ട് പോർട്ട്, അല്ലെങ്കിൽ ഡെക്ക്? സ്റ്റാർബോർഡ്. കൃത്യം. കടൽക്കൊള്ളക്കാരന്റെ നഷ്ടപ്പെട്ട കണ്ണ് മറച്ചിരുന്നത് എന്തായിരുന്നു? ഒരു പ്രത്യേക തൊപ്പി, ഒരു ബാൻഡേജ്, അല്ലെങ്കിൽ ഒരു കൺപട്ട? ഇതാണ് ഒരു കൺപട്ട. ഒരു കടൽക്കൊള്ളക്കാരന് 2 പെട്ടികൾ കിട്ടി. ഓരോന്നിലും 4 നാണയങ്ങളുണ്ട്. ആകെ എത്ര നാണയങ്ങൾ? 8 നാണയങ്ങൾ, 6 നാണയങ്ങൾ, അല്ലെങ്കിൽ 2 നാണയങ്ങൾ? ശരിയായ മറുപടി 8 നാണയങ്ങൾ. പര്യവേക്ഷകർ പുതിയ നാടുകൾ കണ്ടെത്താൻ എന്തിനാണ് തിരഞ്ഞിരുന്നത്? വ്യാപാര പാതകൾ, നഷ്ടപ്പെട്ട നിധി, അല്ലെങ്കിൽ സൗഹൃദമുള്ള ഡ്രാഗണുകൾ? വ്യാപാര പാതകൾ. അതുതന്നെ. കപ്പലിന്റെ സ്റ്റിയറിംഗ് വീലിന് പറയുന്ന പേരെന്താണ്? ഹെൽം, സ്പിന്നർ, അല്ലെങ്കിൽ വൃത്തം? ഹെൽം. കൃത്യം.
ഒരു കടൽക്കൊള്ളക്കാരന്റെ കയ്യിൽ 8 നാണയങ്ങളുണ്ട്. അയാൾക്ക് 5 എണ്ണം കൂടി കിട്ടി. ആകെ എത്ര? 12, 14 അല്ലെങ്കിൽ 13? 13 നേടി. നാവികരെ അടുത്തുള്ള കര കണ്ടെത്താൻ സഹായിച്ച പക്ഷി ഏതാണ്? കാക്ക, തത്ത അല്ലെങ്കിൽ കടൽ കാക്ക? ശരിയായ മറുപടി കാക്ക. കടൽക്കൊള്ളക്കാരുടെ നിയമങ്ങളുടെ കൂട്ടത്തെ എന്ത് വിളിച്ചിരുന്നു? ദി ലോ, ദി കോഡ് അല്ലെങ്കിൽ ദി ബുക്ക്? അതെ, അതായിരുന്നു ദ കോഡ്. വൈക്കിങ്ങുകൾ കപ്പുകൾക്ക് പകരം എന്തിലാണ് കുടിച്ചിരുന്നത്? മരപ്പാത്രങ്ങൾ, കൊമ്പുകൾ അല്ലെങ്കിൽ ലോഹക്കപ്പുകൾ? കൊമ്പുകൾ. ഗംഭീരം. കപ്പലിന്റെ ഏറ്റവും ഉയരമുള്ള തൂൺ ഏതാണ്? തട്ട്, പാമരം അല്ലെങ്കിൽ നങ്കൂരം? പാമരം കൃത്യം. ഒരു കപ്പലിൽ 30 പരിചകളുണ്ട്. പകുതി നഷ്ടപ്പെട്ടു. എത്ര എണ്ണം ബാക്കിയുണ്ട്? 15, 10 അല്ലെങ്കിൽ 20? ഊഹിച്ചോ, ഇതാണ് 15. കടലിൽ കാറ്റില്ലാതെ കുടുങ്ങിപ്പോകുന്നതിനെ എന്തു പറയുന്നു? നിശബ്ദതയിൽ, ഡോൾഡ്രംസിൽ അല്ലെങ്കിൽ ശാന്തതയിൽ? ഡോൾഡ്രംസിൽ നേടി. നാവികർ കപ്പലിന്റെ തട്ട് വൃത്തിയാക്കാൻ എന്തുപയോഗിച്ചിരുന്നു? ഹോളിസ്റ്റോൺ, കടൽ സ്പോഞ്ചുകൾ അല്ലെങ്കിൽ വലിയ ബ്രഷുകൾ? ഹോളിസ്റ്റോൺ ശരിയാണ്. ആരുടെ സംഘമാണ് ആദ്യമായി ഭൂമിയെ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചത്? മാർക്കോ പോളോ, ക്യാപ്റ്റൻ കുക്ക് അല്ലെങ്കിൽ മഗല്ലൻ? ശരിയായ ഉത്തരം മഗല്ലൻ. കപ്പലിന്റെ മുൻഭാഗത്തെ എന്തു വിളിക്കുന്നു? തല, മുന അല്ലെങ്കിൽ ബോ? ശരിയായ ഉത്തരം ബോ. വൈക്കിങ്ങുകൾ യുദ്ധത്തിൽ എന്ത് ആയുധമാണ് എറിഞ്ഞിരുന്നത്? ഒരു കോടാലി, ഒരു കുന്തം അല്ലെങ്കിൽ ഒരു കല്ല്? ഇതാണ് ഒരു കോടാലി. ഒരു ഭൂപടം 7 ചുവട് വടക്കോട്ട് പിന്നെ 4 കിഴക്കോട്ട് പോകാൻ പറയുന്നു. ആകെ എത്ര ചുവടുകൾ? 11, 10 അല്ലെങ്കിൽ 12? 11. കിടിലൻ. കപ്പലിലെ അടുക്കളയെ എന്ത് വിളിക്കുന്നു? ഗാലി, ഡെക്ക് അല്ലെങ്കിൽ ക്യാബിൻ? ഗാലി. നിങ്ങൾക്കത് കിട്ടി. ഒരു വൈക്കിംഗ് വീട്ടിൽ 4 ബെഞ്ചുകളുണ്ട്. ഓരോന്നിലും 5 പേർ ഇരിക്കുന്നു. ആകെ എത്ര പേർ? 20 പേർ, 9 പേർ അല്ലെങ്കിൽ 15 പേർ? 20 പേർ കൃത്യം. നാവികർ കപ്പലിന്റെ ഇടതുവശത്തെ എന്ത് വിളിക്കുന്നു? ലെഫ്റ്റ് ടേൺ ഡോട്ട് പോർട്ട് അല്ലെങ്കിൽ ഡെക്ക് സൈഡ്?
പോർട്ട് ഗംഭീരം. വൈക്കിങ്ങുകൾ അവരുടെ വലിയ കപ്പൽപ്പായകൾ നിർമ്മിക്കാൻ എന്ത് വസ്തുവാണ് ഉപയോഗിച്ചിരുന്നത്? പരുത്തി, കമ്പിളി അല്ലെങ്കിൽ തുകൽ? ശരിയായ മറുപടി കമ്പിളി. കപ്പലിലെ ഉയർന്ന നിരീക്ഷണ സ്ഥലത്തെ എന്ത് വിളിച്ചിരുന്നു? ഈഗിൾസ് പെർച്ച്, സ്കൈ ബാസ്കറ്റ് അല്ലെങ്കിൽ ക്രോസ് നെസ്റ്റ്? ശരിയായ മറുപടി ക്രോസ് നെസ്റ്റ്. യുദ്ധം കൂടാതെ പല വൈക്കിങ്ങുകളും മറ്റെന്തിലാണ് പ്രാവീണ്യം നേടിയിരുന്നത്? ചിത്രരചന, കൃഷി അല്ലെങ്കിൽ പുസ്തകങ്ങൾ എഴുതുന്നത്? ഇതാണ് കൃഷി. ഒരു പര്യവേക്ഷകൻ തിങ്കളാഴ്ച 5 ഭൂപടങ്ങളും ചൊവ്വാഴ്ച 6 ഭൂപടങ്ങളും വരയ്ക്കുന്നു. ആകെ എത്ര ഭൂപടങ്ങൾ? 1 ഭൂപടം, 11 ഭൂപടങ്ങൾ അല്ലെങ്കിൽ 10 ഭൂപടങ്ങൾ? 11 ഭൂപടങ്ങൾ. കൊള്ളാം. ആദ്യകാല പര്യവേക്ഷകർ പലപ്പോഴും ഏതു തരം ചെറിയ വേഗതയേറിയ കപ്പലാണ് ഉപയോഗിച്ചിരുന്നത്? ഒരു ഗാലിയൻ, ഒരു കാരാവൻ അല്ലെങ്കിൽ ഒരു യാട്ട്? ഒരു കാരാവൻ നേടി. വൈക്കിംഗ് വീരന്മാരുടെ നീണ്ട കഥകൾ പറയുന്ന പ്രത്യേക കവിത ഏതാണ്? ഒരു ലിമറിക്ക്, ഒരു ഹൈക്കു അല്ലെങ്കിൽ ഒരു സാഗ? ഉത്തരം ഒരു സാഗ. ഒരു സ്വർണ്ണക്കമ്മൽ എന്തിനുവേണ്ടി പണം നൽകുമെന്ന് കടൽക്കൊള്ളക്കാർ വിശ്വസിച്ചിരുന്നു? ഒരു പുതിയ കപ്പൽ, നല്ല ഭാഗ്യം അല്ലെങ്കിൽ അവരുടെ ശവസംസ്കാരം? അവരുടെ ശവസംസ്കാരം. കൊള്ളാം. നക്ഷത്രങ്ങൾ ഉപയോഗിച്ച് വഴി കണ്ടെത്താൻ പര്യവേക്ഷകരെ സഹായിച്ച പഴയ ഉപകരണം ഏതാണ്? ഒരു ആസ്ട്രോലാബ്, ഒരു സ്റ്റാർ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു സ്കൈ മാപ്പ്? ഒരു ആസ്ട്രോലാബ്. കൊള്ളാം. കപ്പലിന്റെ വെള്ളത്തിലൂടെയുള്ള വേഗത അളക്കുന്ന ലളിതമായ ഉപകരണം ഏതാണ്? ഒരു ചിപ്പ് ലോഗ്, ഒരു സ്പീഡ് റോക്ക് അല്ലെങ്കിൽ ഒരു വാട്ടർ വീൽ? ഒരു ചിപ്പ് ലോഗ്. കൃത്യം. കടൽക്കൊള്ളക്കാർ തങ്ങളുടെ പാൻസ് മുകളിൽ നിർത്താൻ എന്തുപയോഗിച്ചിരുന്നു? സേഫ്റ്റി പിന്നുകൾ, മെറ്റൽ ബെൽറ്റുകൾ അല്ലെങ്കിൽ ഒരു സാഷ്? ഒരു സാഷ്. കൊള്ളാം. നിങ്ങളുടെ സ്കോർ എന്താണ്? താഴെ അറിയിക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.